ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 77 ശ്ലോകം 1-2-3. സൈരന്ധ്ര്യാസ്തദനുചിരം സ്മരാതുരായാഃ യാതോ ഭൂസ്സലളിതമുദ്ധവേന സാർദ്ധം ആവാസം ത്വതുപഗമോത്സവം സദൈവ ധ്യായന്ത്യാഃ പ്രതിദിനവാസസജ്ജികായാഃ ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമകംഭ്രപയോധരാം വിവിധമാനനമാദധതീം മുദാ രഹസി താം രമയാഞ്ചകൃഷേ സുഖം. പൃഷ്ടാവരം പുനരസാവവൃണോദ്വരാഗീ ഭൂയസ്ത്വയാ സുരതമേവ നിശാന്തരേഷു സായുജ്യമസ്ത്രിതി പദേദ്ബുധയേവ കാമം സാമീപ്യമസ്ത്വനിശമിത്യപി നാബ്രവീത് കിം. സൈരന്ധ്ര്യാഃ തദനുചിരം സ്മര ആതുരായ യാതഃ അഭൂഃ സലളിതം ഉദ്ധവേന സാർദ്ധം ആവാസം ത്വത് ഉപഗമ ഉത്സവം സദാ ഏവ ധ്യായന്ത്യാഃ പ്രതിദിനവാസസജ്ജികായാഃ ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമകംപ്രപയോധരാം വിവിധമാനനം ആദധതീം മുദാ രഹസി താം രമയാൻ ചകൃഷേ സുഖം. പൃഷ്ടാ വരം പുനഃ അസൗ അവൃണോത് വരാഗീ അവൃണോദ്വരാഗീ ഭൂയഃ ത്വയാ സുരതം ഏവ നിശാ അന്തരേഷു സായുജ്യം അസ്തു ഇതി വദേത് ബുധ ഏവ കാമം സാമീപ്യം അസ്തു അനിശം ഇതി അപി ന അബ്രവീത്. പദങ്ങൾ. ഹരേ കൃഷ്ണ. നേരത്തെ ഭഗവാൻ കൃഷ്ണർ മധുരാപുരിക്ക് എൻ്റർ പண்ற സമയത്തില് ഓരോരുത്താൾക്ക് ഓരോ അനുഗ്രഹം കൊടുത്ത നിലഞ്ഞൊല്ലി ചൊന്നു. ആദ്യം ഒരു വസ്ത്രം കൊണ്ടുവരപ്പെട്ടവൻ അവൻ ഒന്നും തരമാട്ടേന്ന് ചെന്നപ്പോൾ അവന് അപ്പടിയെ മോക്ഷം കൊടുത്തുവിട്ട്, അതുക്കപ്പുറം ഒരു മാലാകാരൻ നിറയെ മാലയെല്ലാം കൊടുത്ത അവനക്ക് അനുഗ്രഹം മണ്ണിനാർ. അതുക്കപ്പുറം വസ്ത്രം തെച്ചു കൊടുക്കപ്പെട്ടവനക്ക് അനുഗ്രഹം മണ്ണിനാർ എന്നെല്ലാം ചൊല്ലർത്തെ. അങ്ങ ഒരു സൈരന്ധ്രി வந்து குறிக்கூட்டு கொண்டு வந்து பகவானுக்கு கொடுத்தாருன்னெல்லாம் அங்கே கேட்டோம். அப்போ அந்த சைரந்திரி என்ன வேണം கேட்டപ്പോൾ எனக்கு பகவான் எங்கிட்டൊക്കെ വരണം அப்படின்னு சொல்லி கேட்டிருந்தா. അപ്പോൾ അപ്പുറമാ നാം പറയാൻ എനിക്ക് ഇങ്ങനെ ചെയ്യ വേണ്ടിയ വേലകൾ ഇരിക്ക് ചൊല്ലിയിട്ടേക്കും കൃഷ്ണൻ അങ്ങേന്ന് നേരെ പോയി മധുരാപുരി എല്ലാം പാത്ത് എന്താ ഇത് വില്ലെടുത്ത് ഉടച്ച് അതുക്കപ്പുറം കംസവധം പണ്ണപ്പുറത്ത് അങ്ങ് എന്താ മല്ലന്മാർ കൂടെ എല്ലാം യുദ്ധം പണി കുവലയാപീഠത്തെ വധം പണി എന്താ കൊമ്പരണ്ടയും എടുത്ത് കൊണ്ടുപോയി മല്ലയുദ്ധമെല്ലാം കഴിച്ച് കംസനക്ക് മോക്ഷം കൊടുത്ത് അമ്മ അപ്പാവ അങ്ങേന്ത് ജയിലിലേന്ത് വെളിയിലോ കൊണ്ടുവന്ന് എല്ലാം പണ്ണറ. അതുക്കപ്പുറം അമ്മ അപ്പ വെളിയിലോ വന്നതുക്കപ്പുറം ഉപനയനാദി കർമ്മങ്ങളെല്ലാം പണ്ണറ. അപ്പുറം 64 നാളേക്ക് പഠനத்துக்காக சந்தீபனியோட ஆசிரமத்துக்கு போறார். திரும்பி வந்து முதல்ல உத்தவரை சொல்லி அனுப்புறார். விருந்தாவனத்துக்கு
அந்த கோபிகமாரை சாந்தனம் பண்ணறதுக்கு அவள்கிட்ட உடனே പറയുന്നല്ലോ ചൊല്ലിയിട്ട് വന്നിരിക്ക. അപ്പം അവളെ സാന്ത്വനം பண்ண ചൊല്ലിയിരിക്കുക. ഇത്രയും ഭാഗം നമ്മൾ പാത്തു. ഇപ്പം തിരുപ്പി എന്താ സൈരന്ധ്രീട്ട പോറാറ് വാക്ക് 77ാം ദശകത്തിലെ മുതൽ 3 ശ്ലോകങ്ങൾ. തദനു ചിരം സ്മരാതുരായാഹ இந்த உத்தவர் கோகுலத்திலேருந்து திரும்பி வந்ததுக்கு அப்புறம் கொஞ்ச நாளா இந்த சைரந்திரி பகவானையே நினைச்சிருக்காளாம். சதா ஏவ ത്വതുപഗമോത്സവം ധ്യായന്ത്യാഹ. എന്നേക്കും നിലപ്പളാം ഇന്നേക്ക് കൃഷ്ണർ വരുവർ ചൊല്ലി വീടെല്ലാം നിന്ന അലങ്കാരം പണി നല്ല കൃഷ്ണർക്ക് കൊടുക്കറത്തുക്ക് ചൊല്ലി എല്ലാം ഉണ്ടാക്കി വെച്ച് എല്ലാം ചെയ്ത് അപ്പടി ശബരിമ എപ്പടി ഭഗവാൻ രാമരെ ധ്യാനം പണിന്നിരുന്നവരോ അതേമാതിരി இந்த സൈരന്ധ്രിയും கொஞ்ச നാളേക്ക് ഇപ്പടി ഇരുന്നാളാം. പ്രതിദിന വാസ സജ്ജികായാഹ. ഓരോ നാളേക്കും തന്നോട് വീട് അലങ്കരിച്ചു വെപ്പടാം. സൈരന്ധ്ര്യാഹ ആവാസം സലളിതം ഉദ്ധവേന സാർത്ഥം യാതഃ അഭൂഹു. இந்த സൈരന്ധ്രിയോട് അകത്തേക്ക് അവളോട് ഗൃഹത്തേക്ക് നല്ല വേഷഭൂഷാദികളെല്ലാം പോട്ടുന്നത് ഉദ്ധവരെയും കൂട്ടിന്ത് അങ്ങ പോകാന. ത്വയി ഉപഗതേ പൂർണ്ണമനോരഥ. അവൾക്ക് കൃഷ്ണൻ വന്നപ്പോഴേക്കും എന്നെ പണ്ണണം തിരിയലയാ. പൂർണ്ണ മനോരഥാം പ്രമദ സംഭ്രമ കംഭ്ര പയോധരാം. സന്തോഷത്തിനാല അവൾക്ക് അപ്പടിയും ഉടമ്പെല്ലാം നടുങ്കറതാ. വിവിധമാനനം മുതാ ആദധതി. നിറയെ തരത്തിലുള്ള സത്കാരങ്ങളെല്ലാം ரொம்ப സന്തോഷമാ പണ്ണറാളാം. താം രഹസീം സുഖം രമയാൻ ചകൃഷേ. എന്നിട്ട് ബെഡ്റൂമിൽ കൃഷ്ണനെ കുട്ടിന്റെ പോരാളാം. പുനഃ വരം പൃഷ്ട വരാഗി അസോ. അപ്പം അവൾ കൂടെ രമിച്ച് അവൾക്ക് വേണ്ട സന്തോഷം എല്ലാം കൊടുത്ത് അടുത്ത നാളേക്ക് കിളമ്പി പോറാൻ കൃഷ്ണൻ. വരാഗി അസൗ. എന്നിട്ട് അവളുടെ കേക്കറാർ എന്നെ വേണം വരാഗി அப்படின்னு കേക്കർത്തെ. ഭൂയഹ നിശാന്തരേഷു ത്വയാ സുരതം ഏവ അവരുണോത്. ഇനിയും പല രാത്രികളിലെയും കൃഷ്ണർ കൂടെ இந்த மாதிரி எனக்கு രമിக்கிறதுக்கான ഒരു സന്ദർഭം கிடைக்கணும், அந்த സംഭോഗ സുഖം கிடைக்கணும் அப்படின்னு കേട്ടാളാം. ബുധഹായേവ സായുജ്യമസ്തു. കൃഷ്ണരെ കടച്ചിരിക്ക്, ഭഗവാനെ കയ്യിലെ കടച്ചിരിക്ക്. എനിക്ക് സായുജ്യ മുക്തി വേണം എന്നല്ലുവാ കേൾക്കണം. അതെല്ലാവർക്കും കേൾക്ക മുടിയാതാ. ജ്ഞാനികൾക്ക് മാത്രം അത് തെരിയുമാ. എങ്ക എന്നത് എപ്പ കേൾക്കണമെന്ന് തെരിയണമാന അതുക്കാണ് ജ്ഞാനം വേണം. അപ്പോ ഇതൊന്നും കേൾക്ക തെരിയാട്ടാലും എന്നെ കേട്ടാ പോലും നല്ലതാ വരുത്തണമേ, നല്ല ബുദ്ധി തരണമേ, നല്ല വഴിക്ക് എന്നെ തിരുപ്പണമേ അപ്പടിന്ന് കേട്ടാ കൂടി പോരുമായിരുന്നത്. അതുകൂടി കേക്കല്ലേ അവൾ എന്നെ പണറത്. ഇതി വതേത് കാമം. സായുജ്യമൊന്നും കേക്കാട്ടാനാലും അനിശം സാമീപ്യമസ്തു. എപ്പവും ഭഗവാനോട് സാമീപ്യം ഉണ്ടാകണം എന്നാവത് അവള് കേട്ടിരിക്കപ്പെടാതാ. ഇതി അപി കിന്ന അബ്രവീത്. എന്നത്തിനാല് അവൾക്ക് ഇതെല്ലാം കേൾക്ക തോന്നലേ. എന്നത്തിനാലെന്നാ നമ്മളോട് ചിന്തയും പ്രവൃത്തിയും ഏതു തരത്തിലിരിക്കോ അതുമാതിരിത്താൻ നമ്മളോട് ആഗ്രഹങ്ങളും പോകും. അപ്പം നല്ല ചിന്തകൾക്ക് തിരുമണം. அந்த മോക്ഷത്തുക്കാന സാധനയ്ക്ക് നമ്മളോട് മനസ്സ് കുഞ്ഞു കുഞ്ഞമാ തിരുപ്പണം. ലൗകിക ജീവിതത്തിലേ നമ്മൾ அப்படியே கடந்து உடறிந்திருக்கப்படாது. அது இல்லாட்டா அதிலேயே நம்ம சுற்றி 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 அந்த ലൗകിക ജീവിതത്തിലേ ഇരിപ്പോം. അതിലേന്ത് പടിപടിയാ മേല് കയറത്തേക്ക് നമ്മൾക്ക് നിർദ്ദേശം തറ. இந்த ഒരു കഥയില്. ഹരേ കൃഷ്ണ.